പടം അടിപൊളിയാണ്. എന്തായാലും നിവിൻ്റെ അഭിനയം എങ്ങനെയുണ്ട്? അഭിനയം അടിപൊളി. പടം അടിപൊളിയാണ്. എന്തായാലും നിവിൻ്റെ അഭിനയം എങ്ങനെയുണ്ട്? അഭിനയം അടിപൊളിയാണ്. തിരിച്ചറിവ് ഗംഭീര തിരിച്ചറിവ് കമ്പാക്കാണ്. പിന്നെ പൊളിറ്റിക്സ് ഒക്കെ പറയുന്നുണ്ട്. പടം എന്തായാലും സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കര റൊമാൻസാണ്. ഫസ്റ്റ് വാച്ചബിൾ. എന്തായാലും കളക്ഷൻ സന്തോഷമായി. ഗംഭീര തിരിച്ചറിവ്. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? നല്ല പടമായിട്ട് നന്നായിട്ട് മൊത്തം നിവിൻ പോളിയുടെ ഒരു ശക്തമായ തിരിച്ചുവരവ്, നല്ല തിരിച്ചുവരവായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കുറേ പൊളിറ്റിക്സ് ആണ്, മുമ്പത്തെ പടങ്ങളെ പോലെ നല്ല രസമായിട്ട് പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട്. സെക്കൻഡ് ഹാഫിൽ ഇന്ത്യ പാകിസ്ഥാൻ്റെ നല്ല ബോർഡർ നല്ല രസമായിട്ട് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് അടക്കും. പടം ഗംഭീരായി ചേട്ടാ. എന്താ പറയാ, കണ്ണും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. അതുപോലത്തെ ഒരു സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഡിജോ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തല കുനിച്ചിട്ട് എന്തായാലും തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. പടം ഗംഭീരമായി. 100 കോടിയിൽ കുറവ് പ്രതീക്ഷിക്കണ്ട. ഞാൻ നിവിൻ പോളിയുടെ ഫാനൊന്നല്ല, എന്നാലും ഞാൻ പറയാം 100 കോടി കുറവ് പ്രതീക്ഷിക്കണ്ട. സിനിമ അമ്മാതിരി പൊട്ടും. നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് ഈ പടത്തിലൂടെ. ഇത് പറയാല്ലേ, പുള്ളിയുടെ കഴിഞ്ഞ 5-6 പടങ്ങൾ ക്ഷീണം ഒറ്റ പടം കൊണ്ടാണ് തീർക്കും. വർഷങ്ങൾക്ക് ശേഷം ഒഴിവാക്കിയാലും അതിന് മുമ്പ് ഇറങ്ങി 5 പടങ്ങൾ ക്ഷീണം പുള്ളി തീർക്കും. ധ്യാൻ ശ്രീനിവാസൻ എങ്ങനെ ഉണ്ടായിരുന്നു? ധ്യാൻ നന്നായിട്ട് കോമഡി സീൻ ഫുൾ ത്രൂ ഔട്ട് റോളൊന്നുമില്ല, പക്ഷെ എന്നാലും പുള്ളി ഗംഭീരമായിട്ട് നല്ല സ്കോർ ചെയ്ത് നിൽക്കുന്ന ഒരു റോള് തന്നെയായിരുന്നു. അതെ. സിനിമയിലെ പല ഡയലോഗ്സൊക്കെ ജനഗണമനേക്കാൾ നമുക്ക് നെഞ്ചിൽ തറച്ച ചില ഡയലോഗ്സ് ചെയ്യുന്നത്. സിനിമ എങ്ങനെയാണ്? ഫാമിലി മൂവീസാണോ അത് കോമഡി? അങ്ങനെ എല്ലാവർക്കും ഫാമിലി, ചെറുപ്പക്കാരായാലും പ്രായമായിട്ടുള്ള ആൾക്കാരായാലും എല്ലാവരും കണ്ട് നിറഞ്ഞ ഒരു മനസ്സോട് നേരിടേണ്ട പുറത്തേക്ക് ഇറങ്ങണം. ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഫാമിലിക്ക് കയറാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും കോമഡി ഉണ്ട്, എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയും. അതിനുണ്ട് പടം? അതിനുണ്ട് പടം കുഴപ്പമില്ല. ആവറേജ് റിവ്യൂ. ഒരു വെറുതെ ടൈം പാസിലിരുന്ന് കാണാം. നിവിൻ പോളിക്ക് കിട്ടിയ നല്ലൊരു സിനിമയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. കംബാക്ക് ഒന്നാന്ന് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, കണ്ടിരിക്കാം. എങ്ങനെ ഫാൻസിന് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണോ അതോ അല്ലല്ല, ഫാമിലി എന്റർടൈനറാണ്. ഫാമിലി കോമഡിയാണോ? കോമഡി ഉണ്ട്, സീരിയസ് ഉണ്ട്. കൂടുതൽ സീരിയസ് ട്രാക്കാണ്. അങ്ങനെ നിവിൻ പോളിയുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നിവിൻ പോളി നന്നായിട്ടുണ്ടായി. ഇതിലും കൂടുതൽ ധ്യാനാണ് നന്നായിരിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ധ്യാനാണ് കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത്. എത്ര കോടി കിട്ടും ഈ സിനിമയ്ക്ക്? അതൊന്നും എനിക്കറിയാം. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. നിവിൻ പോളിയുടെ കുറച്ച് നാളുകൾക്ക് ശേഷം നല്ലൊരു സിനിമ കിട്ടിയെന്ന് പറയാൻ പറ്റും. ഒരു വേറെ രീതിയിലുള്ള ശൈലിയായിരുന്നു. അത് കുഴപ്പമില്ല. ഫാമിലി പടമാണോ? ഫാമിലിക്ക് പറ്റിയ പടമാണ്. ധ്യാൻ ശ്രീനിവാസനൊക്കെ മികച്ച കഥാപാത്രമാണോ? ധ്യാൻ ശ്രീനിവാസന് അധികം റോളില്ല, എന്നാലും നന്നായിട്ടുള്ള റോൾ നന്നായിട്ടുണ്ട്. നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസനും കട്ടയ്ക്ക് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. അതെ, അവർ കുറച്ച് കോമ്പിനേഷൻ ഒക്കെ നന്നായിട്ടുണ്ട്. എത്ര കോടി ബഡ്ജറ്റിലെത്തും സിനിമ? 100 കോടി അടിക്കും? അങ്ങനെയൊന്നും പറയാറിയില്ല. അല്ല, ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ കോടികളാണല്ലോ നേട്ടം നൽകുന്നത്. അപ്പൊ ഈ ഒരു സിനിമ എത്ര കോടി ബഡ്ജറ്റിലേക്ക് എത്തും എന്നുള്ളൊരു ഏകദേശം? എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയില്ല. വളരെ നന്നായി, കുഴപ്പമില്ല. സിനിമയ്ക്ക് എത്ര മാർക്ക് കൊടുക്കും ഒരു ഏകദേശം? എത്ര? ഒരു 10-7 ഒക്കെ. 10-7 അല്ലേ? ഓക്കെ.